അപ്പോൾ കാർബോഹൈഡ്രേറ്റ് പഠിച്ചു, പ്രോട്ടീൻ പഠിച്ചു, ഫാറ്റ് പഠിച്ചു. ഇനിയാണ് നമ്മൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കിലോട്ട് പോകുന്നത്, വൈറ്റമിൻസ്. വൈറ്റമിൻസ് ഡിസ്കവർ ചെയ്യുന്ന വ്യക്തി ഫ്രെഡറിക് ജി ഹോപ്കിൻസ് ആണ്. ഓർത്തിരിക്കുക, ഫ്രെഡറിക് ജി ഹോപ്കിൻസ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത് വൈറ്റമിൻ എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്, ഹു കോയിൻഡ് ദ ടേം വൈറ്റമിൻ. വൈറ്റമിനും വിറ്റാമിനും പറയാറുണ്ട്, ഞാൻ പൊതുവെ വൈറ്റമിനെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. വൈറ്റമിൻ എന്ന് പറയുന്ന പദം കോയിൻ ചെയ്തത് കാസിമിർ ഫങ്ക് ആണ്. ആരാണ് വൈറ്റമിൻ എന്ന് പറയുന്ന പദം കോയിൻ ചെയ്തത്? കാസിമിർ ഫങ്ക് ആണ്. ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റിയിൽ ആവശ്യമുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് ഏതെന്ന് പറയുന്നത്, വൈറ്റമിൻസ് എന്ന് പറയുന്നത്. വളരെ ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള, എന്നാൽ അതില്ലാതെ നമുക്ക് പലതും നടക്കാത്ത സംഭവമാണ് ഏതെന്ന് പറയുന്നത്, വൈറ്റമിൻസ് എന്ന് പറയുന്നത്. വൈറ്റമിൻസ് നമുക്ക് എന്തെങ്കിലും ഊർജ്ജം കിട്ടുന്നുണ്ടോ? ഇല്ല. വൈറ്റമിൻസ് നിന്ന് നമുക്ക് യാതൊരു തരത്തിലുള്ള ഊർജ്ജവും കിട്ടുന്നില്ല. പക്ഷെ അതിൻ്റെ പർപ്പസസ് മറ്റു പലതുമാണ്. എന്തൊക്കെയാണ് ആ പർപ്പസസ്? വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ റെഗുലേറ്റിംഗ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ദ മെറ്റബോളിസം ഓഫ് ദി ബോഡി. നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസത്തിൽ നടക്കേണ്ടുന്ന രാസപ്രവർത്തനങ്ങളെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് ആര് ഡീൽ ചെയ്യുന്നത്? വൈറ്റമിൻസ് ഡീൽ ചെയ്യുന്നത്. വൈറ്റമിൻസിൽ നിന്നും എനർജി ഒന്നും കിട്ടുന്നില്ല എങ്കിൽ പോലും ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ റെഗുലേറ്റിംഗ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ദ മെറ്റബോളിസം ഓഫ് ദി ബോഡി. ശരീരത്തിലെ മെറ്റബോളിസത്തിന് വേണ്ടുന്ന രാസപ്രവർത്തനങ്ങൾ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആര് കൈകാര്യം ചെയ്യുന്നു? വൈറ്റമിൻ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ എന്താ വൈറ്റമിനെ പറ്റി പഠിച്ചത്? വൈറ്റമിൻ കണ്ടുപിടിച്ചത് ഫ്രെഡറിക് ജി ഹോപ്കിൻസ് ആണ്. അത് ടേം കോയിൻ ചെയ്ത് കാശ്മീർ ഫങ്ക് ആണ്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് ആവശ്യമുള്ള കോമ്പൗണ്ട്സ് ആണ് വൈറ്റമിൻ എന്ന് പറയുന്നത്. വൈറ്റമിൻസിൽ നിന്നും എനർജി ഒന്നും കിട്ടുന്നില്ലെങ്കിലും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ റെഗുലേറ്റിംഗ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ദ മെറ്റബോളിസം ഓഫ് ദി ബോഡി. നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസത്തിന് വേണ്ടുന്ന കെമിക്കൽ റിയാക്ഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ആര് വഹിക്കുന്നു? വൈറ്റമിൻസ് വഹിക്കുന്നു. ഇനി വൈറ്റമിൻസിനെ അതിൻ്റെ സോളുബിലിറ്റിയുടെ ബേസിൽ, അത് അലിഞ്ഞു പോകുന്നതിൻ്റെ ബേസിൽ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ്, കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ്. വാട്ടർ സോളുബിൾ വൈറ്റമിൻസ്, വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ്. ഇതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഓർത്തിരിക്കാം. ADEK-BC ഇതാണ് പ്രധാനപ്പെട്ട വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഞാനിത് ഓർക്കാൻ ആലോചിച്ചിരുന്നത്, പണ്ട് ഞാനിത് ബിസി സോൾവിംഗ് എന്ന് ആലോചിച്ചിരുന്നത്, BCSLOVANG. പക്ഷെ അതിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു, വാട്ടറിലും ഫാറ്റിലും സോളുബിളാണ്, മാറിപ്പോവുകയും ചെയ്യുന്നത്. അതോടുകൂടി അത് ഞാൻ ഒഴിവാക്കി. പക്ഷേ എനിക്കത് എങ്ങനെയോ അത് BC എന്ന് പറയുന്നത് വാട്ടർ സോളുബിളാണെന്ന് മനസ്സിൽ ഫിക്സ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ നല്ലൊരു കോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ ആലോചിക്കാം. ഫാറ്റ് എന്ന് വെച്ചാൽ എന്താ? കൊഴുപ്പാണ് അല്ലേ? കൊഴുപ്പ് പൊതുവേ നമ്മൾ, നല്ല കൊഴുപ്പുണ്ടെന്ന് അറിയാം, എന്നാലും പൊതുവേ നമ്മൾ കൊഴുപ്പിന് എങ്ങനെ ഡീൽ ചെയ്യാറ്? ഒരു പൊട്ട സാധനമായിട്ടാണ്. ശരീരത്തിന് കേടായിട്ടുള്ളൊരു സാധനമാണ്. കേടാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വായിച്ചേ, KEDO. ഫാറ്റ് കേടാണ്, ഫാറ്റ് ശരീരത്തിന് കേടാണ്, ഫാറ്റ് കേടാ. അപ്പോൾ ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസ്, ഫാറ്റ് കേടാണ്, KEDA ആണ് ഇതെന്ന് പറയുന്നത്, ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ളത് B യും C യും ആണെന്നുള്ള ബേസിക് നോളജ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കോഡാണ്. ഫാറ്റ് കേടാണ്, അപ്പോൾ വൈറ്റമിൻ K, E വൈറ്റമിൻ E, D വൈറ്റമിൻ D, A വൈറ്റമിൻ A എന്ന് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം പഠിച്ചത് വൈറ്റമിൻസിനെ പറ്റിയുള്ള ബേസിക് ഐഡിയ പഠിച്ചു. പിന്നെ നമ്മൾ സോളുബിലിറ്റിയുടെ ബേസിൽ വൈറ്റമിനെ രണ്ടായി തരംതിരിച്ചു എന്ന് പറഞ്ഞു. ആദ്യത്തേത് ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസും രണ്ടാമത്തേത് വാട്ടർ സോളുബിൾ വൈറ്റമിൻസും ആണ്. ഫാറ്റ് എന്ന് പറയുമ്പോൾ കൊഴുപ്പാണ്, കൊഴുപ്പ് കേടാണ്, അതുകൊണ്ട് തന്നെ KEDA കേടാണ്, KEDA വൈറ്റമിൻ K, വൈറ്റമിൻ E, വൈറ്റമിൻ D, വൈറ്റമിൻ A എന്നിവയിൽ ഫാറ്റിൽ സോളുബിൾ ആവുമ്പോൾ ബാക്കിയുള്ള B യും C യും എന്തിൽ സോളുബിൾ ആവുന്നു? വെള്ളത്തിൽ, വാട്ടറിൽ സോളുബിൾ ആവുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ശാസ്ത്രീയ നാമങ്ങൾ പഠിക്കാം. ശാസ്ത്രീയ നാമങ്ങൾ പഠിക്കാനും വളരെ സിമ്പിളാണ്. നിങ്ങളൊരു ചെറിയ പാറ്റേൺ, ഒരു വാക്ക് ഓർത്തു വെക്കുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ഓർത്തു വെക്കേണ്ട വാക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈറ്റമിൻ എയുടെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് റെറ്റിനോൾ എന്നാണ്. അതിൽ നിന്ന് നിങ്ങൾ RE മാത്രം എടുത്തു. വൈറ്റമിൻ എയുടെ ഏതാണ്? റെറ്റിനോൾ, RE മാത്രം എടുത്തു. പിന്നുള്ളത് വൈറ്റമിൻ B ആണ്. വൈറ്റമിൻ B എന്ന് പറയുമ്പോൾ നമുക്ക് B1 ഉണ്ട്, B2 ഉണ്ട്, B3 ഉണ്ട്. B3 കഴിഞ്ഞാൽ B4 ഇല്ല, B5 ഉണ്ട്, B6 ഉണ്ട്, B7 ഉണ്ട്, B8 ഇല്ല. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. B9 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 10ഉം 11ഉം ഇല്ല. ഏതാണുള്ളത്? 12 ആണുള്ളത്. ഈ ഒരു ഐഡിയ നമ്മുടെ കയ്യിലുണ്ടാവണം. 1, 2, 3 ഉണ്ട്, 4 ഇല്ല, 5, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഇല്ല, 9 ഉണ്ട്, 10 ഇല്ല, 11 ഇല്ല, പിന്നെ 12 ആണുള്ളത്. ഇത്രയാണുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഇതിനിടയിൽ 4 എണ്ണം മിസ്സാവുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. വൈറ്റമിൻ എയുടെ കെമിക്കൽ നെയിം എന്താണെന്ന് പറഞ്ഞാൽ റെറ്റിനോൾ. കണ്ണിനെല്ലാം വേണ്ടതാണ് റെറ്റിന. റെറ്റിനയുടെ ഒക്കെ കണ്ണിൻ്റെ പാർട്ടാന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഓർത്തിരിക്കാം. പക്ഷെ എന്നാലും നമുക്ക് വേറൊരു കോഡ് കൂടി പഠിക്കാം. വൈറ്റമിൻ എ റെറ്റിനോൾ ആണ്, RE മാത്രം എടുത്തു. വൈറ്റമിൻ B1 തയാമിനാണ്, തയാമിൻ. ആ തയാമിനിൽ നിന്ന് ഞാൻ ആ THI മാത്രം എടുത്തു.
THI. അടുത്തത് വൈറ്റമിൻ B2 ആണ്. വൈറ്റമിൻ B2 നിന്ന് നമ്മൾ എന്തെടുത്തു? RI, റൈബോഫ്ലേവിനിലെ RI മാത്രം എടുത്തു. പിന്നെ അടുത്തത് വൈറ്റമിൻ B3 ആണ്. വൈറ്റമിൻ B3 നിയാസിനാണ്, അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റും. അതിൽ നിന്ന് ഞാൻ എന്തെടുത്തു? RINA എടുത്തു. ഇനി നോക്കുക, വൈറ്റമിൻ B5 ആണ്. ഇവിടെ B1, B2, B3 കഴിഞ്ഞു, B4 ഇല്ല. ഏതിലോട്ടാണ് വരുന്നത്? B5ലോട്ടാണ് വരുന്നത്. അത് പാൻറ്റോത്തീനിക് ആസിഡ് ആണ്. ഇത് ഓർക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വഴി ഞാൻ പറഞ്ഞുതരാം. 4 ഇല്ല, B3 കഴിഞ്ഞാൽ B5 ആണെന്നുള്ളത് ഓർത്തിരിക്കാനായിട്ട്. നമ്മൾ പെൻഡഗൺ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? 5 സൈഡുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെൻഡഗൺ എന്ന് പറയുന്നത്. അപ്പോൾ പെൻഡ പാൻഡോ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. പെൻഡ 5, പാൻഡോ B5 ആണ് 5 എന്നുള്ളത് ഓർത്തിരിക്കുക. 4 ഇല്ല എന്നുള്ളത് മറക്കാതിരിക്കുക. അപ്പോൾ B5 നമ്മൾ ഏതെടുത്തു? പാൻറ്റോത്തീനിക് ആസിഡ് ആണ്, PA എന്നുള്ളത് എടുത്തു. ദെൻ വൈറ്റമിൻ B6 ഉണ്ട്. വൈറ്റമിൻ B6 എന്താണ്? പിരിഡോക്സിൻ ആണ്. പിരിഡോക്സിൻ നമ്മൾ ഏതെടുത്ത്? PA, PY എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? വൈറ്റമിൻ A, വൈറ്റമിൻ B1, വൈറ്റമിൻ B2, B3, B4 ഇല്ല, B5, B6 വരെയുള്ളതിൻ്റെ കൂടെ കിട്ടി. ഇതൊന്ന് ചേർത്ത് സ്പീഡിൽ വായിച്ചേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വായിക്കാം. രതി റിനി പാപ്പി, രതി റിനി പാബി, രതി റിനി പാബി, രതി റിനി പാബി, രതി റിനി പാബി. RE ഫോർ റെറ്റിനോൾ, THI ഫോർ തയമിൻ, RI ഫോർ റൈബോഫ്ലാവിൻ, NI ഫോർ നിയാസിൻ, PA ഫോർ പാൻറ്റോത്തീനിക് ആസിഡ്. അപ്പോൾ വൈറ്റമിൻ B5 ആണ്. PY ഫോർ പിരിഡോക്സിൻ. റെറ്റിനോൾ ഏതായിരുന്നു? A ആയിരുന്നു. തയമിൻ ഏതായിരുന്നു? B1 ആയിരുന്നു. ആൻഡ് റൈബോഫ്ലാവിൻ ഏതായിരുന്നു? B2 ആയിരുന്നു. നിയാസിൻ ഏതായിരുന്നു? B3 ആയിരുന്നു. പാൻറ്റോത്തനിക് B4 ഇല്ല, പെൻഡ അവിടെ ഓർമ്മയാണ്, അവിടെയാണ് കണക്ഷൻ കിട്ടുന്നത്. B5. പിന്നെ B6 ഉണ്ട്, പിരിഡോക്സിൻ. അപ്പോൾ രതി റിനി പാബി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടി? B6 വരെയുള്ള പേരുകൾ കിട്ടി. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഞാനിവിടെ എഴുതി വെച്ചിട്ട് നമുക്ക് അടുത്തതിലോട്ട് പോവാം. RE, THI, RI അല്ലേ നമ്മൾ എടുത്തുള്ളൂ. RI റൈബോഫ്ലാവിൻ, നിയാസിൻ, PA, PY, രതി റിനി പാബി എന്ന് പറയുന്ന കോഡ് നമ്മുടെ കയ്യിൽ കിട്ടി. ബാക്കി കൂടി എങ്ങനെയാണ് നമുക്ക് പഠിക്കേണ്ടത് നോക്കാം. B7 ബയോട്ടിനാണ്. B7 അടുത്തത് B7 ആണ്. B7 എന്താണ്? ബയോട്ടിനാണ്. അടുത്തത് B9 എന്താ? ഫോളിക് ആസിഡ് ആണ്. അത് ഞാൻ എന്ത് മാത്രം എടുക്കുന്നുണ്ട്? FO മാത്രം എടുക്കുന്നുണ്ട്. B7 കഴിഞ്ഞു, B8 ഇല്ല എന്നുള്ളത് മനസ്സിൽ വരണം. പിന്നെ വരുന്നത് B9 ആണ്. B9 ഫോളിക് ആസിഡ് ആണ്. 10ഉം 11ഉം ഇല്ല. പിന്നെ വരുന്നത് 12 ആണ്. 12ന് വരുന്നത് C ആണ്, സൈനോകൊബാലാമിൻ. ആൻഡ് ദെൻ വൈറ്റമിൻ CI B12 കഴിഞ്ഞു. 4 ഇടയിൽ മിസ്സിംഗ് ആണ് അല്ലേ? 4 ഇല്ല, 8 ഇല്ല, 10 ഇല്ല, 11 ഇല്ല. 4, 8, 10, 11 ഇല്ല. അങ്ങനെ ഓർത്ത് വെച്ചാലും മതി. അതാവും ചിലപ്പോൾ കുറച്ചുകൂടി എളുപ്പം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സിയിലോട്ട് വന്നു. സി എന്ന് പറയുമ്പോൾ വൈറ്റമിൻ സിയിലോട്ട് വരുന്ന സമയത്ത് എന്താണ്? ആസ്കോർബിക് ആസിഡ് ആണ് അല്ലേ? ആസ്കോർബിക് ആസിഡ് ആണ്. അത് കഴിഞ്ഞ് വൈറ്റമിൻ D ആണ്. വൈറ്റമിൻ ഡിക്ക് വരുന്നത് കാൽസിഫെറോൾ ആണ്. അവിടെ ഞാൻ ജസ്റ്റ് L മാത്രം ഇടുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കാൽസിഫെറോൾ ആണെന്നുള്ളതിന് L മാത്രം ഇടുന്നുണ്ട്. വൈറ്റമിൻ ഇക്ക് ഞാൻ ടോ എടുത്തു. ആൻഡ് ദെൻ വൈറ്റമിൻ കെക്ക് ഞാൻ എന്തെടുത്തു? PHY എന്നുള്ളത് എടുത്തു. അപ്പോൾ രതി റിനി പാബി നമുക്ക് ഓൾറെഡി കിട്ടി. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റമിൻ B7 മുതൽ വൈറ്റമിൻ K വരെയുള്ളതാണ്. അത് നിങ്ങളിതൊന്ന് ചേർത്ത് വെച്ചേ. ബൈഫോക്കൽ ടോഫി അല്ലേ? ബൈഫോക്കൽ ടോഫി. രതി റിനി പാബി ബൈഫോക്കൽ ടോഫി. ഒരു റെയിം പോലെ അങ്ങ് ഓർത്ത് വയ്ക്കുക. രതി എന്ന് പറയുന്ന ഒരു പെങ്കൊച്ച്, റിനി എന്ന് പറയുന്ന ഒരു പെങ്കൊച്ച്, അവരൊരു പാപ്പി എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചിനെ കണ്ടുമുട്ടി. ദെൻ ബൈഫോക്കൽ ആയിരുന്നു. ടോഫിന്നോ ഒരു ബൈഫോക്കൽ ആയിട്ടുള്ളൊരു ടോഫി വാങ്ങിച്ചു കൊടുത്തു എന്നോ, ബൈഫോക്കൽ ലെൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ, അങ്ങനെ ഓർത്തിരിക്കുക. ഇല്ലെങ്കിൽ റാപ്പൊക്കെ പറഞ്ഞല്ലോ, രതി റിനി പാബി ബൈഫോക്കൽ ടോഫി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സൗകര്യം പോലെ എന്ത് ചെയ്തോളൂ, അത് നിങ്ങളത് ഓർത്ത് വെച്ചോളൂ. രതി റിനി പാബി ബൈഫോക്കൽ ടോഫി. ഒരു ഫ്ലോ അങ്ങ് കിട്ടണം. രതി റിനി പാബി ബൈഫോക്കൽ ടോഫി. വീണ്ടും പറഞ്ഞ് വെറുപ്പിക്കാൻ തരാം. പക്ഷേ തലയിൽ ഫീഡായി കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഒരു മാർക്ക് പോലും പോലും. കാരണം വൈറ്റമിൻസിൻ്റെ കെമിക്കൽ നെയിം ഭയങ്കരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങിയത് രതി റിനി പാബിയിലാണ്. പിന്നെ നമ്മൾ ബൈഫോക്കൽ ടോഫിയിലോട്ട് വന്നു. ഈ ബൈഫോക്കൽ ടോഫി നമുക്ക് പെട്ടെന്ന് നോക്കാം. BI ബയോട്ടിൻ അല്ലേ? B7 ആണ്. FO ഫോളിക് ആസിഡ് B9 ആണ്. പിന്നെ 10ഉം 11ഉം ഇല്ല. 4, 8, 10, 11 ഇല്ല എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ സൈനോകൊബാലമിന് നമ്മൾ ഏത് പറയും? B12 പറയും. അടുത്ത് കഴിഞ്ഞ് വൈറ്റമിൻ സിയിലോട്ട് വന്ന് ഏതായി? ആസ്കോർബിക് ആസിഡായി. അടുത്തത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി കാൽസിഫെറോൾ ആണെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ എഴുതിയത് എന്താ? എല്ലാണ് എഴുതിയത്. അപ്പോൾ അതേ ഓർഡറാന്ന് ഓർത്തിക്കുക. സി പോയി, എ പോയി. അതായത് ഇതിലെ സിയും പോയി, ഇതിലെ എയും പോയി. ബാക്കിയുള്ള എന്താ? എല്ലാണ്. അല്ലെങ്കിൽ ചേർത്ത് വായിച്ചോ. നിങ്ങൾ ഇവിടെ നിന്ന് വീണ്ടും വായിക്കുക. CAL-ലാണിത് തുടങ്ങുന്നത്. കാൽസിഫെറോൾ ആണ്, അത് D ആണെന്ന് ഓർത്തിരിക്കുക. എങ്ങനെയാണ് പറഞ്ഞത്
മനസ്സിലായല്ലോ. CAL, സിയും എയും പോയി ബാക്കിയുള്ളത് എല്ലാണ്, അല്ലെങ്കിൽ CAL. ഇത് മൊത്തം വീണ്ടും വായിക്കണം എന്ന് ഓർക്കുക, അത് വൈറ്റമിൻ ഡി ആണെന്ന് ഓർക്കുക. എല്ല് വെച്ച് ആലോചിച്ചിരിക്കരുത്, എക്സാം ഹോളിൽ ഇരുന്നിട്ട് അവിടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ഞാനത് വീണ്ടും വീണ്ടും പറയുന്നത്. CAL ആദ്യത്തെ 3 അക്ഷരം നമ്മുടെ തൊട്ട് മുമ്പിലുണ്ട് എന്നുള്ളത് മറക്കാതിരിക്കുക. കാൽസിഫെറോൾ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ആൻഡ് ദെൻ T എന്ന് പറയുന്നത് ടോക്കോഫെറോൾ ആണ്, വൈറ്റമിൻ ഇ ആണ്. ആൻഡ് ദെൻ PHY എന്ന് പറയുന്നത് ഫൈലോക്വിനോൺ ആണ്, അത് വൈറ്റമിൻ കെ ആണ്. അപ്പോൾ രതിറിനി പാബി ബൈഫോക്കൽ ടോഫി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? എല്ലാ വൈറ്റമിൻസിൻ്റെ കെമിക്കൽ നെയിമും കിട്ടി. ഒന്നുകൂടി നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. വൈറ്റമിൻ എ ആണ് റെറ്റിനോൾ. രതിറിനി പാബി റെറ്റിനോൾ വൈറ്റമിൻ എ. തയമിൻ B1, റൈബോഫ്ലാവിൻ B2, നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് B3, 4 പാൻഡോതെനിക് പെൻഡാഗൺ പാൻഡോതെനിക് ആസിഡ് B5, പാബി പിരിഡോക്സിൻ. രതിറിനി പാബി റെറ്റിനോൾ, തൈമിൻ, റൈബോഫ്ലാവിൻ, നിയാസിൻ, പാൻഡോതെനിക് ആസിഡ്, പിരിഡോക്സിൻ. അത് കിട്ടി. ഇനി ബൈഫോക്കൽ ആസിഡ് ആണ്. ബൈ4 ബയോട്ടിൻ, FO4 ഫോളിക് ആസിഡ്, C4 സൈനോകൊബാലമിൻ, A4 ആസ്കോർബിക് ആസിഡ്, L4 കാൽസിഫെറോൾ. അതങ്ങനെ വരണം കേട്ടോ. L വരുമ്പോൾ ഇത് 3 ഉണ്ട് എന്നുള്ളത് ഓർക്കുക, അല്ലെങ്കിൽ സിയും എയും പോയി ബാക്കി L തുടങ്ങണം എന്ന് ആലോചിക്കുക. കാൽസിഫെറോൾ. T4 ടോക്കോഫെറോൾ, 5,4 ഫൈലോക്വിനോൺ. രതിറിനി പാബി ബൈഫോക്കൽ ടോഫി എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ 4, 8, 10, 11 ഒഴികെയുള്ള ബാക്കി എല്ലാത്തിൻ്റെയും നമുക്ക് എന്ത് കിട്ടും? കെമിക്കൽ നെയിമുകൾ നമുക്ക് കിട്ടും. അപ്പോൾ വൈറ്റമിനെ പറ്റി തൽക്കാലം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കും. ഇനി ഓരോരോ വൈറ്റമിൻസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോൾ ഇത്രയും തന്നെ ഓവർലോഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കെമിക്കൽ നെയിംസ് ഇച്ചിരി കൺഫ്യൂസിംഗ് ആണ്. ഒന്നിരുന്ന് സ്വന്തമായി നോട്ട് എഴുതി, ഇനിയിപ്പോൾ അതിൽ നല്ല വല്ല കൂടുതൽ കിട്ടണമെങ്കിൽ അത് കൂടിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ നോട്ട് എഴുതുക. നല്ല കൂടുതൽ, ഇതിനേക്കാൾ നല്ല കൂടുതലുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നമുക്കും എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിക്കോട്ടെ. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തോളൂ. മറക്കരുത്, രതിറിനി പാബി ബൈഫോക്കൽ ടോഫി. അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ തലയിൽ അത് ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അവസാനം കൂടി ഒന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇത്രയും നേരം കേട്ടുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.